21 വർഷം മുമ്പാണ് അന്ന് അച്ഛനായിട്ട് എൻ്റെ ഫസ്റ്റ് ഇയർ ബാംഗ്ലൂർ ഒരു കാത്തഗറ്റിക്കൽ ട്രെയിനിങ്ങിന് പോയി. CBCയുടെ NBCLസിലായിരുന്നു ട്രെയിനിങ്. 3 ആഴ്ചത്തെ ട്രെയിനിങ്. അന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത ഒരു അച്ഛനുണ്ട്, ഫാദർ മൈക്കിൾ, ബോംബെ ഡയസിൽ നിന്ന്. അച്ഛൻ തിയേറ്ററൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കുർബാനയിൽ എങ്ങനെയാണ് തിയേറ്റർ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാമെന്ന് അച്ഛൻ ക്ലാസ് എടുക്കുമായിരുന്നു. അതുമാത്രമല്ല, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി കുർബാന അർപ്പിക്കുമായിരുന്നു. ആ കുർബാനയൊക്കെ ഡിഫറെൻറ്റ് കുർബാനയായിരുന്നു. ഓരോ കുർബാനയും ഡിഫറെൻ്റ് ആയിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ചെറിയ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഞങ്ങളോടും പറയും പുതിയ പുതിയ കൺസെപ്റ്റൊക്കെ കൊണ്ടുവരാൻ പറയും. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ കൊണ്ടുവന്നൊരു കൺസെപ്റ്റായിരുന്നു എമാവൂസ് കുർബാന. കുർബാന പള്ളിയിലല്ല നമ്മൾ ചെല്ലുന്നത്, എമാവൂസിലേക്ക് പോയി ശിഷ്യന്മാരെ പോലെ അച്ഛനും ജനങ്ങളും ഒരുമിച്ച് നടക്കും. അപ്പോൾ വചനം മുറിക്കും, അപ്പം മുറിക്കും, അങ്ങനെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ എന്നോട് ചോദിച്ചു, അപ്പോൾ അപ്പം മുറിക്കുമ്പോൾ ഈശോ അപ്രത്യക്ഷമാണല്ലോ, അപ്പോൾ എന്ത് ചെയ്യും? കുർബാന അവിടെ വെച്ച് നിർത്തിയിട്ട് അച്ഛൻ അപ്രത്യക്ഷമാവും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ എന്നുണ്ടായിരുന്നു. ഒരു തമാശയ്ക്കാണ് അങ്ങനെ ഒരു കൺസെപ്റ്റൊക്കെ പറഞ്ഞത്. ഇന്ന് എമാവൂസിലേക്ക് പോയ സംഭവം വീണ്ടും വായിച്ചപ്പോൾ ഒരു ചെറിയ വട്ടം കിട്ടിയത്, അപ്പം മുറിച്ചപ്പോൾ ഈശോ അപ്രത്യക്ഷമായി. ഈശോ എങ്ങോട്ടാണ് പോയത്? ഈശോ എങ്ങോട്ടും പോയില്ല. ഈശോ ശിഷ്യന്മാരുടെ ഉള്ളിലായെന്നുള്ളതാണ്. അപ്പം മുറിച്ച് കഴിഞ്ഞപ്പോൾ ഈശോ അവരുടെ മുന്നിലല്ല, ഈശോ ശിഷ്യന്മാരുടെ ഉള്ളിലായി. ഓരോ പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് അങ്ങനെയല്ലേ? നമ്മൾ ഈശോനെ സ്വീകരിച്ച് കഴിയുമ്പോൾ പിന്നെ ഈശോ നമ്മുടെ മുന്നിലല്ല, ഈശോ നമ്മുടെ ഉള്ളിലാണ്. നമ്മളത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് തിന്നാൻ പാകത്തിൽ എൻ്റെ ലൈഫ് മാറുന്നുണ്ടോ? സിയനായിൽ വിശുദ്ധ കാതറിൻ പറയുന്ന പോലെ, ഈറ്റ് ഇൻ ഓർഡർ ടു ബി ഈറ്റൻ.